ഇന്നലത്തെ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പൊട്ടത്തരം കാണിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ മുടിയൻ. അർജുൻ പോലും രണ്ടാമതേ വരത്തുള്ളൂ. അതിന് കാരണം ഞാൻ പറയാം. മുടിയനും അൻസിബയും അവസാനം വരെ അതേ പവറിൽ ഒന്നിച്ചു നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവര് തന്നെ ജയിച്ചേനെ. ജാസ്മിന്റെയും ഗബ്രിയുടെയും ഒരു ടീം സ്പിരിറ്റ് നമ്മൾ കണ്ടതാണ്. ആ ഒരു സ്പിരിറ്റിന്റെ പകുതി പോലും ഇവര് കാണിച്ചിട്ടില്ല. അവർക്ക് ജയിക്കാൻ ഒരു തടസ്സവും ഇല്ലായിരുന്നു. പക്ഷെ ഇവരങ്ങ് ജയിക്കാൻ അങ്ങ് വിട്ടതാണ് ജാസ്മിനെയും ഗബ്രീനെയും. പക്ഷെ അർജുന്റെ വാക്ക് കേട്ട് ഋഷി ശരണ്യയുടെ ഫോട്ടോ ആണെങ്കിൽ എടുക്കുകയും ചെയ്തു, അൻസിബേനെ 3G ആക്കി. എന്നിട്ട് എടുത്ത ഫോട്ടോ ആണെങ്കിൽ എടുത്ത് വെച്ചതുമില്ല, അത് മാറ്റി വെച്ചിട്ട് സ്വന്തം ഫോട്ടോ വെക്കാൻ അൻസിബേനെ സമ്മതിച്ചു. ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചൊരു മണ്ടനായി നമ്മുടെ ഋഷി ഇന്നലെ. അതാണ് ഞാൻ പറഞ്ഞത്, ഋഷി കാണിച്ചത് ഒരു വലിയ മണ്ടത്തരമാണ് എന്ന്. ഇത്രയും വലിയൊരു മണ്ടത്തരം കാണിച്ച് അത് പോയതിനു ശേഷം, ഔട്ട് പോയതിനു ശേഷം ഋഷി ക്യാമറയുടെ മുന്നിൽ പോയിരുന്ന് ന്യായീകരിക്കുകയാണ് ഇന്ന് രാവിലെ. ഞാൻ ഫെയർ ആയിട്ടേ കളിക്കത്തുള്ളൂ, ഇവരെ പോലെ ഷോ ഇറക്കാനൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്ലാരിഫിക്കേഷൻ നടത്തുകയാണ്. ഋഷി കാണിച്ച അതേ പ്രവൃത്തി അൻസിബ കാണിച്ചിരുന്നെങ്കിൽ ഋഷി ഫൈനൽസിൽ വരത്തില്ലായിരുന്നു. അൻസിബയ്ക്ക് വേണമെങ്കിൽ ഗെയിമിന്റെ ഭാഗമായിട്ട് ഒരു തൊഴുത്തിക്കുത്ത് കാണിക്കാമായിരുന്നു ശരണ്യയുടെ ഫോട്ടോ എടുത്ത്. അൻസിബ അത് ചെയ്തില്ല. ഡെൻ ടീമിന് വേണ്ടി അൻസിബ കളിച്ചു, ടീം സ്പിരിറ്റ് കാണിച്ചു. ഈ ടീം സ്പിരിറ്റിന്റെ കാര്യത്തിലാണ് അർജുനും പാളിപ്പോയത്. ജിൻഡോ ആ ഒരു ടീമിൽ ഉള്ളത് കൊണ്ട് മാത്രം അവരുടെ കൂടെ നിന്ന് കളിക്കാതെ നെക്സ്റ്റ് ടീമിൽ പോയി പ്ലാൻ ചെയ്ത് തീരുമാനമാണ് അർജുൻ. ഇതിന് നെക്സ്റ്റ് ടീമിനെ വിജയിപ്പിക്കാൻ വക്കാലത്തുമായിട്ട് ഋഷിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ ഈ മണ്ടനൊന്ന് ചിന്തിക്കണ്ടേ, പവർ ടീം ഒന്നുകൂടെ ജയിച്ചാൽ അർജുനും കൂടിയാണ് അധികാരം കയ്യിൽ കിട്ടുന്നതെന്ന്. പക്ഷെ അത് ഒരിക്കലും അർജുൻ ചിന്തിക്കില്ല. കാരണം പേഴ്സണൽ ഗ്രഡ്ജ് ആണ് അർജുന് മുൻതൂക്കം. എന്നാൽ ഇവര് രണ്ടുപേരുടെയും ഗെയിമിന്റെ ആ ഒരു സെൻസ് പ്രേക്ഷകർക്ക് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായി. ഇത്രയും വിവരം കെട്ട രണ്ട് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് മലയാളത്തിൽ വേറെ കാണില്ല. മുടിയൻ ഇന്നലെ ജിൻഡോ ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് കണ്ടപ്പോ ഞാൻ ഓർത്ത് എന്തോ ഭയങ്കര സംഭവം വരുന്നുണ്ട് എന്നൊക്കെയാണ്. ഒന്നുമില്ല, മുടിയന് പാളിപ്പോവുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്.